നിശബ്ദ പ്രചാരണ ദിവസവും ആരോപണ പ്രത്യാരോപണവുമായി മുന്നണികൾ. പ്രളയം മനുഷ്യനിർമ്മിതമെന്ന ആരോപണത്തിൽ ഉറച്ചു നിൽക്കുന്ന മാത്യു കുഴൽനാടനെ തള്ളി മന്ത്രി കെ കൃഷ്ണൻകുട്ടി ഇന്നും രംഗത്ത് വന്നു. വയനാട് പുനരധിവാസ ഫണ്ട് പിരിവിനായി ഉപയോഗിച്ച രണ്ടാമത്തെ ബാങ്ക് അക്കൗണ്ടിന്റെ വിശദാംശങ്ങൾ പുറത്തുവിടണമെന്നാവശ്യപ്പെട്ട് CPIM കോൺഗ്രസിനെതിരായ ആരോപണത്തിന് മൂർച്ച കൂട്ടി. മഞ്ചേശ്വരത്ത് മുസ്ലിം ലീഗ് വ്യാപകമായി കള്ളവോട്ടിന് നീക്കം നടത്തുന്നുവെന്ന NDA സ്ഥാനാർത്ഥി കെ സുരേന്ദ്രൻ ആരോപിച്ചു. പ്രചാരണ ദിനങ്ങളിലെ ആവേശം പോലെ ആരോപണ പ്രത്യാരോപണങ്ങൾക്ക് ഒട്ടും കുറവുണ്ടായിരുന്നില്ല നിശബ്ദ പ്രചാരണത്തിന്റെ മണിക്കൂറിലും. കൊട്ടിക്കലാശ ദിവസം കൊണ്ടുവന്ന പ്രളയ വിവാദത്തിൽ ആരോപണം ആവർത്തിച്ച മാത്യു കുഴൽനാടൻ ഇന്നും രംഗത്തു വന്നു. പ്രളയത്തേക്കാൾ സർക്കാരിന് കണ്ണ് കരിമണലിലാണെന്ന് ആരോപിച്ച മാത്യു 2019 ജലവിഭവ വകുപ്പിന്റെ ഉത്തരവ് പുറത്തുവിട്ടു. അവരുടെ കൺസേണും അവരുടെ പ്രയോറിറ്റിയും അവരുടെ ഇന്റൻഷനും തോട്ടപ്പള്ളി സ്പിൽവേയിലെ മുമ്പിൽ അടിഞ്ഞുകൂടിയിട്ടുള്ള കരിമണൽ എടുക്കുക എന്നുള്ള. വെള്ളം തുറന്നു വിട്ടാൽ മണ്ണ് പോകുമെന്നതുകൊണ്ട് മഴ വരുന്നതിന് മുമ്പ് പെട്ടെന്ന് മണ്ണെടുക്കാൻ പറയുന്നവർ അവരായിട്ട് വെള്ളം തുറന്നു വിട്ട് മണ്ണ് കളയില്ലല്ലോ, അപ്പം അതിനു വേണ്ടി പിടിച്ചു വെച്ചുകൊണ്ടിരുന്നു 2018. ഇവരുടെ അന്നത്തെ 2018 കൺസേൺ 2019 കൺസേൺ ഈ മണ്ണാണ്. എന്നാൽ വാദങ്ങൾ തള്ളിയ മന്ത്രി കെ കൃഷ്ണൻകുട്ടി മാത്യുവിനെതിരെ നിയമ നടപടി സ്വീകരിക്കുമെന്ന നിലപാടിലാണ്. ഷട്ടർ അടച്ചു വെച്ച് മണ്ണ് സംഭരിച്ചു എന്നാണ് അയാൾ പറഞ്ഞത്. ഇവിടെ ഷട്ടർ തുറന്നു വെച്ചിരിക്കുകയാണെന്ന് ഒഫീഷ്യൽ റെക്കോർഡാണത്. അയാൾക്ക് ഉണ്ടെങ്കിൽ അതിന് അവകാശ ലംഘനം കൊടുക്കാലോ, തെറ്റായി പറഞ്ഞിട്ടുണ്ടെങ്കിൽ എന്താ അയാൾ കൊടുത്തില്ല. അപ്പോൾ പ്രചരണത്തിന് വേണ്ടി ഈ ഇലക്ഷൻ സമയത്ത് ഒരു പ്രചരണം നടത്തി 2 വോട്ട് കിട്ടാൻ പറ്റുമോ നോക്കുകയാണ്. ഇതൊക്കെ ജനങ്ങൾ നന്നായിട്ട് തിരിച്ചറിയും. വയനാട് ദുരിതബാധിതർക്ക് വീട് വെക്കാൻ പിരിച്ച ഫണ്ടിൽ കോൺഗ്രസിനെ വിടാതെ CPIM വീണ്ടും രംഗത്തെത്തി. ധനലക്ഷ്മി ബാങ്കിനെ കൂടാതെ ഫെഡറൽ ബാങ്കിലും പിരിവിനായി അക്കൗണ്ട് തുറന്നിരുന്നെന്നും അതിന്റെ വിശദാംശങ്ങൾ പുറത്തുവിടണമെന്നുമാണ് CPIM ആവശ്യം. ഫെഡറൽ ബാങ്കിൽ 8 അംഗ സംഖ്യയുടെ ഇടപാടുകൾ നടന്ന ഒരു അക്കൗണ്ട് ഉണ്ട്. ഫെഡറൽ ബാങ്കിന്റെ തിരുവനന്തപുരത്തെ വെള്ളയമ്പലത്തുള്ള ഈ അക്കൗണ്ടിൽ എത്ര രൂപയുണ്ട്? എന്തുകൊണ്ടാണ് ഈ അക്കൗണ്ടിന്റെ വിശദാംശങ്ങൾ KPCC പ്രസിഡന്റോ പ്രതിപക്ഷ നേതാവോ പുറത്തുവിടാതിരുന്നത്? 2024 തന്നെ ലക്ഷങ്ങൾ ഒരു അക്കൗണ്ടിലേക്ക് പോയിട്ടുണ്ട്. ആ അക്കൗണ്ട് ആരുടേതാണ്? കെ സുധാകരനെ ചതിച്ച സണ്ണി ജോസഫിന് തിരിച്ചടി ഉണ്ടാകുമെന്നായിരുന്നു ന്യൂനപക്ഷ കോൺഗ്രസ് മുൻ കണ്ണൂർ ജില്ലാ അധ്യക്ഷൻ KR അബ്ദുൽ ഖാദറിന്റെ പ്രതികരണം. കെ സുധാകരനെതിരെ സണ്ണി ജോസഫ് അദ്ദേഹത്തിൻ്റെ രാഷ്ട്രീയ ജീവിതം അവസാനിപ്പിക്കാൻ വേണ്ടിയിട്ട് വലിയ നാടകം ആരംഭിച്ചു കഴിഞ്ഞ പാർലമെൻറ്റ് തെരഞ്ഞെടുപ്പിന് മുന്നേ ആരംഭിച്ചതാണ്. അതിൻ്റെ പര്യവസാനം കെ സുധാകരനെ ഡൽഹിയിലും കൊണ്ടുപോയി അങ്ങോട്ടും ഇങ്ങോട്ടും അവസാനം അദ്ദേഹത്തിനെ നാണം കെടുത്തി പ്രവർത്തകരെ മുന്നിൽ ഒരു സ്ഥാനമോഹിയാക്കി ചിത്രീകരിച്ചും കൊണ്ട് പാർലമെൻറ്റിലും നിയമസഭയിലൊക്കെ മത്സരിക്കുന്ന ആളെ ആക്കി അദ്ദേഹത്തിനെ വളരെ മോശമായി ചിത്രീകരിച്ചതിനെതിരെയാണ് ഞങ്ങളുടെ സ്റ്റേറ്റ്മെന്റ്. പ്രവാസികളുടെ വോട്ടർ സ്ലിപ്പുകൾ ശേഖരിച്ച് മുസ്ലിം ലീഗ് വ്യാപകമായി കള്ളവോട്ടിന് നീക്കം നടത്തുന്നുവെന്നാണ് കെ സുരേന്ദ്രന്റെ ആരോപണം. ബൂത്തുകളിൽ ജില്ലാ ഭരണകൂടം കൃത്യമായി നിരീക്ഷണം ഏർപ്പെടുത്തണമെന്നും സുരേന്ദ്രൻ ആവശ്യപ്പെട്ടു. മഞ്ചേശ്വരം മണ്ഡലത്തിലെ മുസ്ലിം ലീഗ് സ്ഥാനാർത്ഥിയും UDF നേതൃത്വവും വ്യാപകമായ തോതിലുള്ള കള്ളവോട്ടുകൾക്കായി ഊർജിതമായിട്ടുള്ള ശ്രമം നടത്തിക്കൊണ്ടിരിക്കുകയാണ്. മുസ്ലിം ലീഗിന് മാത്രം നിർണായകമായിട്ടുള്ള സ്വാധീനമുള്ള 25ഓളം ബൂത്തുകളിൽ അത്തരം വിദേശത്തുള്ളവരുടെ വോട്ടുകൾ മറ്റാളുകളെ കൊണ്ട് ഇവിടെ കള്ളവോട്ട് ചെയ്യിക്കാനുള്ള വലിയ ശ്രമമാണ് നടന്നുകൊണ്ടിരിക്കുന്നത്. വ്യാപകമായ തോതിൽ BLOമാരെ ഉപയോഗിച്ചുകൊണ്ട് അവർ സ്ലിപ്പുകൾ സമാഹരിച്ചുകൊണ്ടിരിക്കുകയാണ്. അതിന് ആവശ്യമായ കള്ളവോട്ടിടാൻ വ്യാജ തിരിച്ചറിയൽ കാർഡുകൾ അവർ ശേഖരിച്ചുകൊണ്ടിരിക്കുകയാണ്. MLA നേരിട്ടാണ് അത്തരം പരിശ്രമങ്ങൾക്ക് നേതൃത്വം നൽകുന്നത്. നേമത്ത് BJP വ്യാപകമായി മദ്യം ഒഴുക്കുന്നുവെന്നാണ് CPIM ആരോപണം. എന്നാൽ ഇക്കാര്യം രാജീവ് ചന്ദ്രശേഖർ തള്ളി. നിശബ്ദ പ്രചരണ ദിനത്തിൽ വീടുകൾ കയറി വോട്ടർമാരെ നേരിട്ട് കണ്ട് ഓരോ വോട്ടും ഉറപ്പിക്കുകയാണ് സ്ഥാനാർത്ഥികൾ. വിവിധ ബ്യൂറോകൾക്കൊപ്പം ന്യൂസ് ഡെസ്ക്, ന്യൂസ് മലയാളം.